NH66 വർക്ക് നടക്കുന്ന പയ്യോളി ഭാഗത്ത് നിന്ന് പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കാണാൻ നമുക്ക് ഫ്ലൈ ഓവറിന്റെ വർക്കാണ് നടക്കുന്നത്. ഫ്ലൈ ഓവറിന്റെ വർക്ക് വളരെ സ്ലോവിലാണ് നടക്കുന്നത്. മഴയാണ്. ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ട് ഭാഗത്തേനെ ഇങ്ങനെ ചളിയായി കിടക്കാണ്. ഇതുവഴിയുള്ള യാത്രകൾ വളരെ ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോവാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നത്. കൂടാതെ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ഇതുപോലെ ലൈനിൽ നിന്ന് പതുക്കെയാണ് കടന്നു പോകുന്നത്. അത്രക്കും ദുരിതമായിട്ടുണ്ട് പയ്യോളി ഭാഗത്ത്, ടൗണിന്റെ ഭാഗത്ത്. കോഴിക്കോട് ജില്ലന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ വെങ്ങളം റീച്ചില്, രാമനാട്ടുകര ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ വളരെ വേഗത്തിൽ തീർത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫിനിഷിംഗ് വർക്കുകൾ വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ നോക്കാം. ഇവിടെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് വാഗാഡ് എന്ന കമ്പനിയാണ്. വളരെ ശോകം എന്ന് വേണമെങ്കിൽ പറയാ. വളരെ കാലമായിട്ട് ഇങ്ങനെ വർക്ക് കിടക്കാൻ തുടങ്ങിയിട്ട് വാഹന ഗതാഗതം വളരെ ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ? മുന്നോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇവിടൊക്കെ ചളിയിലും ആകെ പ്രശ്നമായിട്ട് കിടക്കുകയാണ്. മഴ കൂടെ പെയ്തതോടെ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന വാഹനങ്ങളും ആളുകൾക്ക് നടന്നു പോകാനും കൂടി പറ്റാത്തൊരു രീതിയിലായിട്ടുണ്ട് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ. ഒരു ബസ് സ്റ്റാൻഡും ടൗൺ ഭാഗങ്ങളിലാണ് ഇത്രയും സ്ലോ ആയിട്ട് വർക്ക് നടക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 6 മാസമല്ല, 1 വർഷം തന്നെ ആയി കാണാം. അന്ന് വന്നപ്പോഴും ഇതുപോലെ ഇവിടെ പൈലിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടന്നിരുന്നത്. ഇപ്പോഴും വർക്ക് വളരെ സ്ലോവിലാണ് നടക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ബീമുകളൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഇനി അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ഇതിന് മുകളിൽ ബീമുകളൊക്കെ വരാനുണ്ട്. ഇവിടെ ബീമുകൾ കൊടുത്ത ഭാഗത്തേനെ സ്ലാബ് വാർത്തിട്ടില്ല. അതിൻ്റെ ഇനി സ്ലാബ് വാർക്കുന്ന വർക്കുകളൊക്കെ വരാനുണ്ട്. അവിടെയൊക്കെ കാണാം. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനി നടക്കാനുണ്ട്. വളരെ സ്ലോവിലാണ് ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നത്. ഞാനേനെ ഇവിടുന്ന് എങ്ങനെയാണ് അങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോവാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും വലിയൊരു ബ്ലോക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നില്ല. കുറേ സമയം എടുക്കും തോന്നുന്നുണ്ട്. ഇവിടൊക്കെ ഇതുപോലെ ആയിട്ടുള്ളൂ കാണാം. ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിന്റെ ഭാഗത്തൂടെ ഒന്ന് പോയി നോക്കണേ. ആ ഭാഗത്തൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇവിടുന്ന് തന്നെ തുടക്കത്തിൽ തന്നെ കാണാൻ നമുക്ക് വെള്ളമാണ്. വെള്ളവും ചെളിയൊക്കെ ആയി കിടക്കാണ്. റോഡ് പൊളിഞ്ഞ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. സിമെന്റ് മിക്സ് ചെയ്ത് ടാറിങ് ഒക്കെ ചെയ്തൊരു ഭാഗമാണ് ഇത്. അവിടെ തന്നെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇനി വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വളരെ ടൈം എടുക്കുമെന്നാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ വീണ്ടും റീടാറിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതുവരേക്കൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. പൊളിഞ്ഞ ഈ റോട്ടിലൂടെ തന്നെ ആയിരിക്കും വാഹനങ്ങൾ കടന്നു പോവുക. വേറെ വഴിയൊന്നും ഇല്ല തോന്നുന്നത്. മുന്നോട്ടുള്ള ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ സ്ലാബുകൾ കൊടുക്കുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോയാൽ പണി കിട്ടുമെന്ന് മനസ്സിലായി. കണ്ടില്ലേ, ലൈനായിട്ട് വണ്ടികൾ ഇങ്ങനെ കിടക്കണേ. അപ്പൊ ഇവിടെ ഒരു ഷോർട്ട് കട്ടായിട്ട് റോഡ് വർക്ക് നടക്കുന്ന ഭാഗത്തു കൂടെ ഒരു വഴി കണ്ടു. അതിലൂടെ ഇങ്ങനെ പോയി നോക്കണേ. ഇവിടെയൊക്കെ ചളി നിറഞ്ഞു കിടക്കണേ. മഴയും കൂടെ പെയ്തതോടെ ഇവിടെയൊക്കെ വാളിന്റെ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ വർക്കേഴ്സിനൊന്നും കാണുന്നില്ല. വളരെ വളരെ സ്ലോവിലാണ് വർക്ക് നടക്കുന്നത്. മണ്ണിന്റെ ലഭ്യത കുറവ് കൊണ്ടാണ് എന്താണെന്നറിയില്ല. എന്തുകൊണ്ടാണ് വർക്ക് ഇങ്ങനെ സ്ലോ ആയത് എന്നറിയില്ല. ഈ ഭാഗത്ത് വളരെ സ്ലോവില്, ഇനി പറയാനില്ല എത്ര പ്രാവശ്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അങ്ങനെ അത്രത്തോളം സ്ലോവിലാണ് വർക്കുകൾ നടക്കുന്നത്. വർക്കേഴ്സിനൊന്നും കാണുന്നില്ല. ഇവിടെ കുറച്ച് ഭാഗത്ത് ഈ
ഫ്ലൈ ഓവർ വരുന്നതിൻ്റെ മുന്നേ ഭാഗത്താണ് ഇപ്പോൾ ഈ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടാണ് പോകുന്നത്. നമ്മൾ നന്ദി തിക്കോടി ഭാഗങ്ങളിലേക്ക് അങ്ങോട്ട് പോയി നോക്കട്ടെ, ആ ഭാഗത്തേക്കൊക്കെ എത്രത്തോളം വർക്കുകളുണ്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ വർക്കുകൾ ആവശ്യമായിട്ടുള്ള ബീമുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് വെച്ച് കാണാം. നമുക്ക് ഇവിടെയും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട്, പിന്നെ വർക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഭാഗത്തൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. കണ്ടിന്യൂ ആയിട്ട് വലിയ വലിയ കണ്ടെയ്നർ ലോറികൾ ഇങ്ങനെ പോയിട്ട് ഈ മെറ്റൽ മിക്സ് ചെയ്ത് ഭാഗങ്ങളും പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ചാടിയൊക്കെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാണാൻ നമുക്ക് ഇവിടെയൊക്കെ ഒരു തോട് പുഴ അങ്ങ് വേണേൽ പറയാം, അങ്ങനത്തെ രീതിയിലേക്ക് ആയിട്ടുണ്ട്. വെള്ളക്കെട്ടൊക്കെയാണ് മഴ പെയ്തതോടെ. വളരെ സ്ലോവിൽ തന്നെ പറയാം. ഇതുവഴി സ്ഥിരമായിട്ട് കടന്നു പോകുന്ന വാഹനങ്ങളാണെങ്കിൽ അവർക്കൊക്കെ പണി കിട്ടാൻ സാധ്യത ഉണ്ട്. ഇവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. അണ്ടർപാസ് ഒക്കെ ഹൈറ്റ് വളരെ കുറവാണ്, അതെന്തുകൊണ്ടാണ് അറിയില്ല. ചില ഭാഗത്തൊക്കെ ഇങ്ങനെ അണ്ടർപാസുകൾ ഇങ്ങനെ ആയിരുന്നു. തിക്കോടി ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. മഴ ആയതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോയി വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. വണ്ടികൾ കണ്ടില്ലേ, ചാടിയാണ് വരുന്നത്. ഇവിടെ കുറച്ച് മുന്നേ ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ മുൻഭാഗത്തുള്ള ഒരു വർക്കാണിത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. റെയിൽവേൻ്റെ ഗോഡൗണൊക്കെ വരുന്ന ആ ഭാഗത്തേക്കൊക്കെ. അപ്പോൾ ഇനി ഞാൻ വീണ്ടും തിക്കോടി ഭാഗത്തുനിന്ന് പയ്യോളി ഭാഗത്തേക്ക് ഞാൻ ഒന്നുകൂടെ പോവുകയാണ്. ആ ഭാഗത്തേക്കുള്ള ഈ സൈഡിലുള്ള റോട്ടിലുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇവിടെയൊക്കെ ഇതാണ് സ്ഥിതി. കുറച്ച് ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് ഭാഗത്തൊക്കെ വർക്ക് കഴിയാതെ കിടക്കുകയാണ്. ഇങ്ങനെ ചളിയും കുഴിയും ഒക്കെ ആയി കിടക്കുകയാണ്. അപ്പോൾ മുന്നോട്ടുള്ള യാത്രകൾ പോയി നോക്കാം എങ്ങനെയാണെന്ന്. വളരെ സ്ലോ. ഇതാ ഒരു കുഴിയിൽ നിന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഴിയിൽ നിന്ന് കയറി കുറച്ച് ഭാഗം ഇതാ നല്ല രീതിയിൽ ടാറിങ് കഴിഞ്ഞൊരു ഭാഗം. ആ ഭാഗത്തൂടെ നമ്മൾ പയ്യോളി ഭാഗത്തേക്ക് വീണ്ടും പോവുകയാണ്. ഇവിടെ സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് ക്രാഷ് ബാരിയർ കുറച്ച് ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഭാഗത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് ഒരു രീതിയിലാണ് ഇവിടെ. മഴ ആയതുകൊണ്ട് കാഴ്ചകൾ മിസ്സാവരുത് എന്നുള്ള വിചാരിച്ചാണ് ഞാൻ നേരത്തെ തന്നെ ഈ ഭാഗത്തുള്ള വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് വീണ്ടും ഇത് ഇങ്ങനെ കാണിക്കേണ്ടി വന്നത്. അങ്ങോട്ടുള്ള യാത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മഴ പെയ്തപ്പോൾ സെൻറ്റർ ഭാഗത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാഴ്ച ഉണ്ട്. ഇവിടെ നമ്മൾ ആ ഭാഗത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. സെൻറ്ററിൽ കണ്ടില്ല വെള്ളം നിൽക്കണേ. ഇതൊക്കെ ഇനി എങ്ങനെ പുറത്തേക്ക് ഒഴുക്കി വിടുകയെന്നോ ഒരു ഐഡിയ ഇല്ല. സെൻറ്റർ ഭാഗത്താണ് ഇങ്ങനെ താഴ്ന്ന് നിൽക്കുന്നത് വെള്ളം. രണ്ട് സൈഡിലും റോഡിൻ്റെ ചെരിവുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകി പോകും. ഇതങ്ങനെ ഒരു ചെരിവൊന്നും കാണുന്നില്ല. ഇനി ക്രാഷ് ബാരിയറുകളൊക്കെ എടുത്തു മാറ്റാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒരുപാട് വർക്കുകൾ ഇവിടെ ചെയ്യാനുണ്ട്. കഴിഞ്ഞ ഭാഗത്താണ് ഈ കോലത്തിൽ. ഇനിയും ചെയ്ത ഭാഗത്തേന് വീണ്ടും വർക്കുകൾ, ഒരുപാട് വർക്കുകൾ, ഫിനിഷിങ് വർക്കുകൾ ചെയ്യാനുണ്ട്. മുന്നോട്ട് പോയി നോക്കാം. ഇതിന് മുന്നേ ഞാൻ ചാവക്കാട് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ചില സമയത്തൊക്കെ ഞാൻ മ്യൂസിക് കൊടുക്കാറുണ്ട്. ആ ഭാഗത്തുള്ള ഫുള്ളായിട്ടുള്ള ഭാഗത്തുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഫുള്ളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ അത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ പറഞ്ഞതേനെ വീണ്ടും പറയല്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാഴ്ചകൾ, വർക്കിൻ്റെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ മുന്നിലുള്ള ഭാഗത്ത് ഇനി ഇവിടുന്ന് സർവീസ് റോഡിൻ്റെ ഭാഗത്തൂടെയാണ് പോകുന്നത്. ഈ ഭാഗത്തും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് റോഡ് വർക്ക്. ടാറിങ് ഒക്കെ കഴിഞ്ഞൊരു ഭാഗമായിരുന്നു. വാഹനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോയതുകൊണ്ടായിരിക്കാം ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്.
അങ്ങനെ നന്ദി ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. അവിടേക്ക് വരുന്ന ഭാഗത്തെ കണ്ടില്ലേ, ഇതാണ് പുഴ. ഈ പുഴയൊക്കെ കടന്ന് നീന്തി അങ്ങോട്ടാണ് പോകുന്നത്. ഇതുവഴിയുള്ള യാത്ര ശരിക്കും പ്രയാസം തന്നെയാണ്. എല്ലാ ദിവസവും ഇതുവഴി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കൊക്കെ ശരിക്കും പണി കിട്ടുന്ന ഉറപ്പാണ്. റോഡ് പകുതി ഇല്ല എന്ന് തന്നെ പറയാം. ഇതൊക്കെ രണ്ടാമത് ഇനിയും ടാറൊക്കെ ചെയ്തിട്ട് എടുക്കാനുണ്ട്. സർവീസ് റോഡ് പറ്റ തകർന്ന് കിടക്കുകയാണ്. വാഗാഡ് കമ്പനി ശരിക്കും ഒരു അവാർഡ് കൊടുക്കേണ്ട ഒരു കമ്പനിയാണെന്ന് നമുക്ക് പറയാം. അത്രത്തോളം സൂപ്പറായിട്ടാണ് ഇവിടെ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. കാണാം നമുക്ക്. അങ്ങനെ ഞാൻ നന്ദി അണ്ടർപാസിന്റെ ഉള്ളിലൂടെ ഇതാ ഇങ്ങോട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് കൊയിലാണ്ടി ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗം, നന്ദി ഭാഗം. ഇവിടെ വന്നിട്ടുള്ള അണ്ടർപാസ് ആണ് ഇത്. അപ്പൊ ഇതാണ് വാഗാഡ് കമ്പനിയുടെ വർക്കിംഗ് സൈറ്റ് ആണത്. അവിടെ നിന്നാണ് സിമെന്റ് മിക്സ് ഒക്കെ തയ്യാറാക്കുന്നത്. അതിൻ്റെ ഒരു സ്ഥലമാണ് ഇവിടെ. അവിടുന്ന് ഈ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ ആണ് മുന്നോട്ടുള്ള ഭാഗത്തേക്ക്, പയ്യോളി ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ മെറ്റൽ മിക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഇത് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.